നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കടത്തനാടൻ ന്യൂസിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം കുറക്കാൻ ജില്ലാ താലൂക്ക് ആശുപത്രികൾ മെച്ചപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ. സർക്കാർ 3000 കോടിയോളം രൂപ ആരോഗ്യമേഖലയ്ക്കായി ചിലവഴിച്ചുവെന്നും മന്ത്രി. വ്രതശുദ്ധിയുടെ 30 നോമ്പിൽ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിലും പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകൾ. പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് വിരമിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം തേടുമെന്ന മുഖ്യമന്ത്രി. സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. അതേസമയം പൊതു അവധി ദിനത്തിൽ ജീവനക്കാരില്ലാത്തത് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിലും പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഒരു മാസം നീണ്ട ശാരീരികവും മാനസികവുമായ നിയന്ത്രണങ്ങൾ സമ്മാനിച്ച ആത്മീയ ഊർജവുമായി സുഗന്ധം പൂശി പുത്തൻ ഉടുപ്പണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി. ഞായറാഴ്ച രാത്രി മുതൽ പള്ളികളും വീടുകളും തക്ബീർ ധ്വനികളാൽ ഭക്തിസാന്ദ്രമായി. സംസ്ഥാനത്താകെ പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പ്രത്യേക നമസ്കാരങ്ങൾ നടന്നു. പലയിടങ്ങളിലും ശക്തമായ മഴയായതിനാൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കി പെരുന്നാൾ നമസ്കാരം പള്ളികളിലേക്ക് മാറ്റി. ആലിംഗനം ചെയ്തും ആശംസകൾ നൽകിയും ചെറിയ പെരുന്നാളിന്റെ ഊഷ്മളത പരസ്പരം കൈമാറി. ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളും സന്ദർശിച്ച് സാഹോദര്യത്തിന്റെ സന്ദേശം പരസ്പരം കൈമാറുകയും ചെയ്തു. രാപ്പകലില്ലാതെയുള്ള പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും കൈവരിച്ച സ്ഫുടതയാർന്ന ഹൃദയത്തോടെ വിശ്വാസികൾ പുലർച്ചെ മുതൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. അതിരാവിലെ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിശ്വാസികൾ പള്ളികളിലേക്ക് ഒഴുകിയെത്തി. നോമ്പിലൂടെ നേടിയ പവിത്രതയും ചൈതന്യവും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് ഇമാമുമാർ പെരുന്നാൾ കുത്തുബയിൽ പറഞ്ഞു. അന്നദാനം വെടിഞ്ഞും ചീത്ത ചിന്തകൾ അകറ്റിയും വ്രതമെടുത്തു നേടിയ നന്മകൾ ഇനിയുള്ള കാലം കളഞ്ഞു കുളിക്കാൻ പാടില്ല. പ്രാർത്ഥനയുടെയും സത്പ്രവൃത്തിയിലൂടെയും നമുക്കത് തുടരാൻ സാധിക്കുമെന്നും അവർ ഉണർത്തിച്ചു. പേരാമ്പ്ര നരക്കോട് സെന്റർ സലഫി മസ്ജിദിൽ പെരുന്നാളിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. മൊയ്തീൻകുട്ടി ഫാറൂഖി നേതൃത്വം നൽകി. അഥവാ സ്വർഗത്തിന്റെ ഭാഗം ശുദ്ധപ്രമാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചൊവ്വായ മാർഗമാണ്. ഏറ്റവും നേരായ ചൊവ്വായ വഴിയിലേക്ക് മനുഷ്യനെ വഴിനടത്തും. നമുക്കറിയാം, നാം ഒരുപാട് കേട്ടത് അസുഖവും ചുറ്റാണ്. ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി കുറ്റ്യാടി തൊട്ടിൽപ്പാലം എന്നിവിടങ്ങളിലെ മുഴുവൻ ആശുപത്രികളിലും SKSSF ഉച്ചഭക്ഷണം എത്തിച്ചു. കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം MLA കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. SKSSF കുറ്റ്യാടി മേഖലാ കമ്മിറ്റിയാണ് പെരുന്നാൾ ദിനത്തിൽ കുറ്റ്യാടി തൊട്ടിൽപ്പാലം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പെരുന്നാൾ ഉച്ചഭക്ഷണം വിതരണം ചെയ്തത്. ഇവിടങ്ങളിലെ മുഴുവൻ ആശുപത്രികളിലും റംസാൻ നോയമ്പുകാലത്ത് നോമ്പുതുറ അത്താഴ വിതരണം നടത്തിയതിന് സമാപനം കുറിച്ചുകൊണ്ടാണ് പെരുന്നാൾ വക ചിക്കൻ ബിരിയാണി വിതരണം ചെയ്തത്. തൊട്ടിൽപ്പാലത്തെ റഹ്മ ആശുപത്രി, കുറ്റ്യാടിയിലെ അമാന KMC ആശുപത്രികൾ, കുറ്റ്യാടി സർക്കാർ താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലെത്തിയ മുഴുവൻ പേർക്കുമാണ്
ഉച്ചഭക്ഷണം വിതരണം ചെയ്തത്. തുടർച്ചയായ 5-ാം വർഷമാണ് റംസാന്റെ ഭാഗമായി SKSSF ഇത്തരമൊരു സേവന രംഗത്ത് പ്രവർത്തിക്കുന്നത്. കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണം നാദാപുരം MLA EK വിജയൻ ഉദ്ഘാടനം ചെയ്തു. റംസാന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വ്രതാനുഷ്ഠാനങ്ങളോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹായകരമായ ഒരു സമീപനം എന്നതിലേക്ക് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് തീർച്ചയായും അനുകരണീയവും മാതൃകാപരവുമാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്നും ആശുപത്രികളിൽ രാത്രി ഭക്ഷണം ലഭ്യമാക്കുന്ന പരിപാടി SKSSF ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷം നമ്മുടെ പെരുന്നാളിന് ശേഷവും തുടർച്ചയായി രാത്രി ഭക്ഷണം കൊടുക്കണമെന്ന ഒരു ആഗ്രഹം മേഖലാ കമ്മിറ്റിക്കുണ്ട്. അതിൻ്റെ ഫണ്ട് ചെറിയ ഒരു തടസ്സമായി നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തുടർച്ചയായി എല്ലാ ദിവസവും രാത്രി ഭക്ഷണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കണം എന്ന ഒരു ഉദ്ദേശം നമ്മൾ മനസ്സിൽ വർഷങ്ങളായി കൊണ്ട് നടക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം രാത്രിയായാൽ ഭക്ഷണം കിട്ടാത്ത വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ രോഗികളും കൂടെ ഇരിക്കുന്നവരും നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ഭാവിയിൽ ഈ വർഷം തന്നെ അതിനുള്ള ഒരു ഒരുക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഫണ്ട് കൂടി ശരിയായി കഴിഞ്ഞാൽ ആ കാര്യം കൂടി നമുക്ക് നടപ്പിൽ വരുത്താനാകും. ഇതാണ് നമ്മുടെ ആഘോഷം, ഇതാണ് നമ്മുടെ സംതൃപ്തി, ഇതാണ് നമ്മുടെ സന്തോഷം. സംശുദ്ധമായ സേവനത്തിന് വേണ്ടിയിട്ട് ഇത് ഇറങ്ങിയ ഇതാണ് നമ്മുടെ ഏറ്റവും സന്തോഷമായ നമ്മുടെ സമർപ്പണമാണ് ഇന്നത്തെ ഇത്. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും വിശപ്പ് മാറ്റുന്നതിനായി പ്രവർത്തിക്കുക എന്നത് പെരുന്നാൾ ആഘോഷമായി കണ്ട SKSSFന്റെ പ്രവർത്തനം മാതൃകാപരമാണ്. RK സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. പെരുന്നാളിനോടനുബന്ധിച്ച് വടകര ജില്ലാ ആശുപത്രിയിൽ വോയിസ് ഓഫ് ഓർക്കാട്ടേരിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ വിതരണം നടത്തി. പെരുന്നാളിനോടനുബന്ധിച്ചാണ് വടകര ജില്ലാ ആശുപത്രിയിൽ വോയിസ് ഓഫ് ഓർക്കാട്ടേരിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ വിതരണം നടത്തിയത്. 3 വർഷത്തിലധികമായി പ്രത്യേക ദിവസങ്ങളിൽ വോയിസ് ഓഫ് ഓർക്കാട്ടേരിയുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം ഉൾപ്പെടെ നടത്തുന്നത്. ഓർക്കാട്ടേരി മേഖലയിലെ ഒരു പറ്റം പ്രവാസികളുടെ കൂട്ടായ്മയാണ് വോയിസ് ഓഫ് ഓർക്കാട്ടേരി. വോയിസ് ഓഫ് ഓർക്കാട്ടേരിയുടെ ഭാരവാഹികൾ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ 3 വർഷത്തോളം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈദിയെ പ്രമാണിച്ചിട്ട് നമ്മൾ ഭക്ഷണ വിതരണം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വർഷവും ഈദിയയുടെ ഭക്ഷണ വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവാസികളുടെ ഒരു കൂട്ടായ്മ വോയിസ് ഓഫ് ഓർക്കാട്ടേരി എന്ന പേരിൽ 3 വർഷത്തോളം നാട്ടിലെ രോഗികൾക്കും നിരാലംബർക്കും ഭക്ഷണവും മരുന്നും കൊടുത്തുകൊണ്ട് ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ വിഷയങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രവാസികളുടെ കൂട്ടായ്മ. ഇതിലേക്ക് സഹകരിക്കുന്ന പ്രവാസികൾ എല്ലാ സ്ഥലങ്ങളും GCCയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മാസാന്തം വരുന്ന ചെറിയ ചെറിയ സംഖ്യകൾ സ്വരൂപിച്ചുകൊണ്ട് ഒരു ഫണ്ടുണ്ടാക്കി ആ ഫണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ കാലത്തും ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അതേപോലെ ഇപ്പോൾ ഈ പ്രവാസ ജീവിതത്തിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈദിയെ ഒരുക്കിയത്. അതിൻ്റെ പങ്കാളിത്തം നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാ മെമ്പേഴ്സും പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വോയിസ് ഓഫ് ഓർക്കാട്ടേരിയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദിയും ഇതിൻ്റെ കടപ്പാടും രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ന്യൂസ് ബ്യൂറോ, വടകര. SKSSF അബുദാബി, കോഴിക്കോട് ജില്ലയും വിഘായ വടകര മേഖലയുടെയും ആഭിമുഖ്യത്തിൽ പെരുന്നാൾ ദിനത്തിൽ വടകര ജില്ലാ ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നൽകി. SKSSF അബുദാബി, കോഴിക്കോട് ജില്ലയും SKSSF വിഘായ വടകര മേഖലയുടെയും നേതൃത്വത്തിലാണ് പെരുന്നാൾ ദിനത്തിൽ വടകര ജില്ലാ ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നടത്തിയത്. ഭക്ഷണ വിതരണോദ്ഘാടനം MLA CK നാണു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് RMO എന്നിവർ പങ്കെടുത്തു. SKSSF ഭാരവാഹികൾ ഭക്ഷണ വിതരണവും നടത്തി. ആശുപത്രിയിലുള്ള മുഴുവൻ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായാണ് ഭക്ഷണ വിതരണം നടത്തിയത്. ജില്ലാ താലൂക്ക് ആശുപത്രികൾ മെച്ചപ്പെടുത്തി മെഡിക്കൽ കോളേജുകളിലേക്കുള്ള രോഗികളുടെ ഒഴുക്ക് തടയുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും 3000 കോടി രൂപയോളം ആരോഗ്യ മേഖലയിലേക്ക് ചെലവഴിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ സാമൂഹിക നീതി ക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ കണ്ണൂർ കീഴ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സാ വിഭാഗത്തിന്റെയും ദന്തൽ യൂണിറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ഒരാളേ ഉള്ളൂ. റോസമ്മ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കിടത്തി ചികിത്സ വേണമെന്ന്. അതിനു മുമ്പ് തന്നെയുള്ള പ്രസിഡന്റുമാരെല്ലാം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഈ ആശുപത്രിയെ പരിഗണിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഇത് മദർ PHC ആണ്, സാധാരണ PHC അല്ല. PHC കിടത്തി ചികിത്സയില്ല എന്ന് കട്ടായമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗവൺമെന്റ്. ആരോഗ്യ സ്ഥാപനങ്ങൾ എങ്ങനെയായിരിക്കണം, ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ ഊന്നൽ കൊടുക്കുന്നത്. നേരത്തെ അത് കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് അടൂർ സണ്ണി ജോസഫ് MLA സൂചിപ്പിച്ചു. ഈ ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള പോളിസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രോഗപ്രതിരോധത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ്. വളരെ വിശദമായ അത്തരം എല്ലാ കാര്യവും ഞാനിവിടെ പറയുന്നില്ല. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കീപ്പടി PHCയുടെ കാര്യം പറയാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കാനും ജില്ലാ താലൂക്ക് ആശുപത്രികളെ മെച്ചപ്പെടുത്തി മെഡിക്കൽ കോളേജിലേക്കുള്ള രോഗികളുടെ ഒഴുക്ക് തടയാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 3000 കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ചത്. കൂടാതെ 3200ഓളം പുതിയ പോസ്റ്റുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും KK ശൈലജ ടീച്ചർ പറഞ്ഞു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് കീഴ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സാ വിഭാഗത്തിന്റെയും ഡെന്റൽ യൂണിറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. MLA അടൂർ സണ്ണി ജോസഫ് അധ്യക്ഷനായി. ഡോക്ടർ P രാജേഷ്, ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി നടുപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാർഗരറ്റ് ജോസ്, BK കാർത്തിയായനി, ഡെയ്സി മാണി, P റോസ, PK കരുണാകരൻ, ഡോക്ടർ KP ലതീഷ്, K ശ്രീധരൻ, ബേബി ജോൺ പൈനാമ്പള്ളിയിൽ, ബിനോയ് കുര്യൻ, VT തോമസ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കണ്ണൂർ ഇരിട്ടി താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വാർഡിന്റെ പ്രവർത്തനവും ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനവും ഉൾപ്പെടെ ആരംഭിക്കുമെന്നും മന്ത്രി താലൂക്ക് ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. നാടുമുഴുവൻ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി ജന്മനാട്ടിലെ താലൂക്ക് ആശുപത്രി സന്ദർശിക്കാനെത്തിയത്. നഗരസഭാ ചെയർമാൻ PP അശോകൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് PP രവീന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. വാർഡുകൾ സന്ദർശിച്ച് മന്ത്രി രോഗികളുടെ സുഖവിവരം അന്വേഷിച്ചു. തുടർന്ന് ആശുപത്രിയിലെ സൗകര്യങ്ങളെക്കുറിച്ച് ജീവനക്കാരോടും ഡോക്ടർമാരോടും തിരക്കി. താലൂക്ക് ആശുപത്രി പഴയതിൽ നിന്നും ഭേദപ്പെട്ട നിലയിൽ എത്തിയതായും എന്നാലും താലൂക്ക് ആശുപത്രിയുടെ പൂർണ്ണമായ നിലവാരത്തിലെത്താൻ ആശുപത്രിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും 11 ഡോക്ടർമാരുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമാണെന്നും പ്രസവ വാർഡിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി വരുന്നതായും ഗൈനക്കോളജിസ്റ്റിനെ കിട്ടുന്ന മുറയ്ക്ക് ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നും ബ്ലഡ് ബാങ്കും പ്രവർത്തന സജ്ജമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലിന്റെ പൂർണ്ണമായ നിലവാരത്തിലേക്ക് ഇരിട്ടി വന്നിട്ടില്ല. അതിന്റെ പോസ്റ്റ് ക്രിയേഷനൊക്കെ നടക്കേണ്ടതായിട്ടാണുള്ളത്. ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് ആളുകളെ പോസ്റ്റ് ചെയ്തിട്ടും ഉള്ള ഒഴിവ് നികത്തിയിട്ടും മുഴുവൻ പോസ്റ്റും ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ 11 ഡോക്ടർമാർ ഇവിടെയുണ്ട്. ഇപ്പോൾ വലിയ മോശമല്ലാത്ത അവസ്ഥയിൽ ഇവിടുത്തെ ചികിത്സയെല്ലാം പോകുന്നുണ്ട്. ഞാൻ നേരത്തെ MLA ആയിരിക്കുന്ന സമയത്താണ് ഒരു സ്പെഷ്യാലിറ്റി ബ്ലോക്കിനൊരു ഫണ്ട് അനുവദിച്ചിരുന്നു. ആ സമയത്ത് നബാർഡിൻ്റെ സ്കീമിൽ അതിൻ്റെ കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ പകുതി വഴിയിലാണുള്ളത്. പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ഏകദേശം കെട്ടിടം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നടത്താൻ നമുക്ക് സാധിക്കും. കൂടാതെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നല്ല ഒരു താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ നിലവാരത്തിലുള്ള നല്ലൊരു ഹോസ്പിറ്റലാക്കി മാറ്റുന്നതിന് ഒരു മാസ്റ്റർ പ്ലാൻ അടിയന്തരമായിട്ട് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തിങ്കളാഴ്ച വൻ ഭക്തജനത്തിലേക്ക്. ആയിരക്കണക്കിന് ഭക്തരാണ് വൈശാഖ മഹോത്സവത്തിന് എത്തിയത്. പെരുന്നാളായതിനാൽ ഞായറാഴ്ച രാത്രി തന്നെ നിരവധി ആളുകൾ കൊട്ടിയൂരിൽ എത്തിയിരുന്നു. ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിലും കുടുങ്ങി. പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് വിരമിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം തേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനം. പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നത്. പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് വിരമിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം തേടാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചു. നഗരങ്ങൾ തോറും മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രീകൃത പ്ലാന്റുകൾ സ്ഥാപിക്കും. PHC മുതൽ കിടത്തി ചികിത്സക്കുള്ള സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കും. പനി വാർഡുകൾക്കായി ആവശ്യമെങ്കിൽ താൽക്കാലിക ഷെഡുകൾ നിർമ്മിക്കും.
സ്വകാര്യ ആശുപത്രിയിലെ പനിവാർഡുകൾ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടും. ചികിത്സ തേടിയെത്തുന്നവരെ തിരിച്ചയക്കരുതെന്നും സ്വകാര്യ ആശുപത്രികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 27 മുതൽ 3 ദിവസത്തേക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പൊതു അവധി ദിവസങ്ങളിൽ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾ ദുരിതത്തിൽ. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ഒഴിവു ദിവസമായതിനാൽ ദുരിതം അനുഭവിക്കുന്നത് രോഗികളും. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലാണ് ഇടതടവില്ലാതെ രോഗികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങരോത്ത്, ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട്, പേരാമ്പ്ര, കായണ്ണ, നൊച്ചാട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ ഡെങ്കിപ്പനി ബാധിതരും മറ്റു രോഗികളുമാണ് ആശുപത്രിയിലെത്തുന്നത്. ഒഴിവു ദിവസങ്ങളിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ലാബ് ടെക്നീഷ്യന്മാരുടെയും എണ്ണവും വളരെ കുറവാണ്. ഇതുമൂലം ഡ്യൂട്ടിയിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുമാണ്. ദിനംപ്രതി പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ 1200ഓളം രോഗികൾ എത്തുന്നുമുണ്ട്. പനി പടർന്നു പിടിക്കുമ്പോൾ ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ നിയമിക്കണമെന്നാണ് രോഗികളുടെ ആവശ്യം. താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയെങ്കിലും ആവശ്യത്തിനുള്ള ജീവനക്കാരെ നിയമിക്കാത്തതും രോഗികൾക്ക് ദുരിതമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. സമാന്തര പാലം പ്രവൃത്തി ആരംഭിച്ചില്ല. തലശ്ശേരി എരഞ്ഞോളി പാലത്തിൽ ഗതാഗത തടസ്സം നിത്യസംഭവമാവുകയാണ്. തലശ്ശേരി വളവുപാറ റോഡ് നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുമ്പോഴും ഇതിന്റെ ഭാഗമായി എരഞ്ഞോളിപ്പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പ്രവൃത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും പുനരാരംഭിച്ചില്ല. പുതിയ പാലത്തിന്റെ പ്രാരംഭഘട്ട പ്രവൃത്തികൾ നടക്കുന്നതിനിടെയാണ് പാലം ഉയരം കൂട്ടി നിർമ്മിക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് നിർത്തിവെച്ച പ്രവൃത്തി ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. പാലത്തിനായുള്ള അടിത്തൂണുകളുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. നിലവിൽ തലശ്ശേരി ടൗൺഹാൾ ജംഗ്ഷൻ മുതൽ ചോനാടം വരെ റോഡ് വീതി കൂട്ടി നിർമ്മിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന റോഡ് പ്രവൃത്തിയും നടന്നുവരികയാണ്. എന്നാൽ റോഡിന് വീതി കൂട്ടിയിട്ടും ഈ ഭാഗത്ത് ഗതാഗത തടസ്സം പതിവാണ്. ഇതിന് കാരണം കാലപ്പഴക്കം ചെന്നതും വീതി കുറഞ്ഞതുമായ എരഞ്ഞോളിപ്പാലമാണ്. വൈകുന്നേരം എന്താ വെച്ചാൽ ഒരു 5 മണിക്ക് ശേഷം ഇവിടെ ഒരു 7 മണി 7:30 മണി വരെ ഫുൾ ബ്ലോക്കാണ്. ഒന്നാമത് അപ്പുറത്ത് റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് ബ്ലോക്കാണ്. ഒരു വാഹനം മാത്രം കടത്തി വിടുന്നില്ലൂ. അതുകൊണ്ട് വെച്ചാൽ മറ്റേത് കൊളശ്ശേരി വഴി വഴക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് ബസ്സുകൾ ഒരു ഭാഗം മാത്രമേ പോകാൻ പറ്റും, മറ്റേ ഭാഗത്തോട്ട് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 5:30-6 മണി മുതൽ ഇവിടെ മണിക്കൂർ കണക്കിന് ബ്ലോക്കാണ്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം ഇരുവശത്തുകൂടെയും കടന്നു പോകാനുള്ള സൗകര്യം പാലത്തിലില്ല. ഇതേ തുടർന്ന് വീതി കൂടിയ റോഡിലൂടെ വേഗത്തിലെത്തുന്ന വലിയ വാഹനങ്ങൾ ഒരേ സമയം ഇരുദിശകളിൽ നിന്നും പാലത്തിൽ പ്രവേശിക്കുന്നതോടെയാണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത തടസ്സം ഉണ്ടാകുന്നത്. മിക്ക ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും തിരക്കേറിയ സമയത്ത് ഗതാഗത തടസ്സം ഉണ്ടാവുന്നതോടെ ഓഫീസ് ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ബുദ്ധിമുട്ടുകയാണ്. ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ മാത്രം ഓടിയെത്തുന്ന പോലീസാണ് ട്രാഫിക് നിയന്ത്രിച്ച് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കാറ്. ചില സന്ദർഭങ്ങളിൽ നാട്ടുകാർ തന്നെ ട്രാഫിക് നിയന്ത്രിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അടിക്കടി ഗതാഗത തടസ്സം ഉണ്ടാവുന്നതിനാൽ പാലം പരിസരത്ത് സ്ഥിരമായി പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ നിരന്തരം ഉന്നയിക്കാറുണ്ടെങ്കിലും നടപ്പായിട്ടില്ല. പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാരും യാത്രക്കാരും. എന്നാൽ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചതോടെ ഇവർ ഏറെ നിരാശരാണ്. 2 കൊല്ലം ഇതിപ്പോ എന്നുവെച്ചാല് ഈ പാലത്തിന് പണിക്കുന്നത് 230 കോടിയാ. എന്തോ അങ്ങനെ മാറ്റാൻ പോകും. അത് പോയി ആർക്ക് പോയി? നമ്മളെ പോലത്തെ വോട്ടർക്ക് പോയി. നമ്മള് അടക്കുന്ന ടാക്സിനകത്തല്ലേ സർക്കാർ കൊടുക്കുന്നത്. എരഞ്ഞോളിപ്പുഴയിലൂടെ ജലപാത വരുന്നതിനാൽ പാലം ഉയരം കൂട്ടി നിർമ്മിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് പ്രവൃത്തി ഇപ്പോൾ നിർത്തിവച്ചിട്ടുള്ളത്. ബോട്ടുകൾക്ക് കടന്നുപോകാൻ കഴിയുന്ന വിധത്തിൽ ഉയരം ക്രമീകരിക്കാനാണ് കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനാൽ പ്ലാനിൽ ഉൾപ്പെടെ മാറ്റം വരുത്തേണ്ടതിനാലാണ് പ്രവൃത്തി പുനരാരംഭിക്കുന്നത് വൈകുന്നതെന്നാണ് കരാറുകാരിൽ നിന്ന് ലഭിച്ച സൂചന. എന്നാൽ KSTP റോഡ് പ്രവൃത്തി പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണവും ദ്രുതഗതിയിൽ പൂർത്തിയാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. സോഷ്യലിസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ M കൃഷ്ണൻ ചരമദിനം വടകരയിൽ നടന്നു. ജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സോഷ്യലിസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനിയും ദീർഘകാലം വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ പ്രസിഡന്റും മുൻ MLAയുമായിരുന്ന M കൃഷ്ണന്റെ 27ാം ചരമവാർഷിക ദിനാചരണമാണ് വടകര ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്നത്. KK കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജനതാദൾ യു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോൺ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ സഖാക്കൾ വേട്ടയാടപ്പെടുന്നു, കൊലഞ്ഞപ്പെടുന്നു. തൃണമൂൽ കോൺഗ്രസുകാർ ഞങ്ങളുടെ ഇടത്തരം നേതാക്കന്മാരെ ബംഗാളിലെ ഗ്രാമങ്ങളിൽ വേട്ടയാടി കൊലഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ കോൺഗ്രസിന്റെ പിന്തുണ വേണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഗതികേട് വന്ന ബംഗാൾ സംസ്ഥാനത്തിൽ ഇനി ഇതില്ല എന്ന് ഉറപ്പിക്കാമല്ലോ. അവസാനിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനത്ത് എവിടെ വളരുന്നു? CPM
മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും ആകർഷിച്ചുകൊണ്ട് അടിത്തറ വിവരപ്പെടുത്താമെന്നാണ് CPM ധരിക്കുന്നതെങ്കിൽ അവിടെ കടന്നു കയറി പ്രവർത്തിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളുടെ രക്ഷ ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്ന പാർട്ടിയിൽ കൂടി മാത്രമാണ് എന്ന് അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കേരള സംസ്ഥാനത്തിൽ വളരുന്ന രണ്ട് പാർട്ടി, അല്ലെങ്കിൽ വളരാൻ സാധ്യതയുള്ള രണ്ട് പാർട്ടി, ഒന്ന് ഭാരതീയ ജനതാ പാർട്ടി, രണ്ട് ജനതാദൾ യുണൈറ്റഡ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നത്. പരിശോധിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയം, വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് വളരാൻ സാധ്യതയുള്ള പാർട്ടി വേറെ ഇല്ല കേരള സംസ്ഥാനം. ഒന്ന് BJP ആണ്, വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി, വളർന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഫസർ അബ്രഹാം ബി മാത്യു അടിയന്തരാവസ്ഥയും പൗരസ്വാതന്ത്ര്യം, ജനതാ പാർട്ടി രൂപീകരണം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. മനയത്ത് ചന്ദ്രൻ, MK ഭാസ്കരൻ, AT ശ്രീധരൻ, C ബാലൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ C കുമാരൻ സ്വാഗതവും പ്രസാദ് വിലങ്ങിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വടകര. നോർത്തുളവിലും പൊതുജന വായനശാല ആൻഡ് IV ദാസ് സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി. നോർത്ത് ഒളവിലം പൊതുജന വായനശാല ആൻഡ് IV ദാസ് സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചത്. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK രാഗേഷ് ഉദ്ഘാടനവും വിജയികൾക്കുള്ള ഉപഹാര വിതരണവും നിർവഹിച്ചു. കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മുൻകൈയെടുത്തുകൊണ്ട് വലിയൊരു പ്രവർത്തനം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് K വിശ്വൻ അധ്യക്ഷത വഹിച്ചു. കവിയൂർ രാജഗോപാലൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. KTK പ്രദീപൻ, M സുലൈമാൻ മാസ്റ്റർ, KP രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. P മഹേഷ് സ്വാഗതവും TK സലീം നന്ദിയും പറഞ്ഞു. തുടർന്ന് സമ്മാനാർഹർ മറുപടി പ്രസംഗം നടത്തി. പെരിങ്ങത്തൂരിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പെരിങ്ങത്തൂരിനടുത്ത് കണ്ടോത്ത് ക്ഷേത്രത്തിന് സമീപമാണ് വാഹനാപകടം നടന്നത്. മേക്കുന്ന് നിന്നും പെരിങ്ങത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KL 02 MF 3863 നമ്പർ ഡിസയർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് തൂണിനിടിക്കുകയായിരുന്നു. ഇടിയുടെ ശക്തിയിൽ തൂൺ രണ്ടായി മുറിഞ്ഞു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അപകട വിവരം അറിഞ്ഞ് ചൊക്ലി പോലീസ് സ്ഥലത്തെത്തി. അപകടത്തെ തുടർന്ന് പെരിങ്ങത്തൂർ മേക്കുന്ന് റൂട്ടിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം കുറക്കാൻ ജില്ലാ താലൂക്ക് ആശുപത്രികൾ മെച്ചപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ. സർക്കാർ 3000 കോടിയോളം രൂപ ആരോഗ്യമേഖലയ്ക്കായി ചിലവഴിച്ചുവെന്നും മന്ത്രി. വ്രതശുദ്ധിയുടെ 30 നോമ്പിൽ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിലും പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകൾ. പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് വിരമിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം തേടുമെന്ന മുഖ്യമന്ത്രി. സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. അതേസമയം പൊതു അവധി ദിനത്തിൽ ജീവനക്കാരില്ലാത്തത് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. Thank you.